إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും ആക്കി തീർക്കുവാൻ അറിവിൻ്റെയും കഴിവിൻ്റെയും പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, റഹീമാണ്. അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ അതിനറിയിക്കുന്ന ധാരാളം കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആല മുൻപ് കഴിഞ്ഞ വിഭാഗങ്ങളെക്കാൾ, മുൻപ് കഴിഞ്ഞ കിതാബിൻ്റെ ആളുകളെക്കാൾ, മുമ്പ് കഴിഞ്ഞ ഉമ്മത്തുകളെക്കാൾ, മുമ്പ് കഴിഞ്ഞ നബിമാരുടെ സമൂഹങ്ങളെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, പ്രത്യേകം പദവി നൽകിയിട്ടുണ്ട്. അവർക്ക് മാത്രമായി ഒരുപാട് സ്പെഷ്യാലിറ്റികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് ചോദിക്കും, രാവിലത്തെ സമയം മുതൽ, സുബ്ഹിന്റെ സമയം മുതൽ ളുഹറിന്റെ സമയം വരെ എനിക്ക് വേണ്ടി അമൽ ചെയ്യാൻ, പണിയെടുക്കാൻ ആരാണുള്ളത്? അപ്പോൾ ജൂതന്മാർ പറയും, ഞങ്ങളുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യും? സുബ്ഹിയുടെ സമയം മുതൽ ളുഹറിന്റെ സമയം വരേക്കും പണിയെടുത്തുകൊണ്ടേയിരിക്കും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു ളുഹറിന്റെ സമയമാകുമ്പോൾ ചോദിക്കും, എനിക്ക് വേണ്ടി ളുഹർ മുതൽ അസർ വരെ പണിയെടുക്കാൻ ആരുണ്ട്? അപ്പോൾ നസാറാക്കൾ എന്ത് ചെയ്യും? അവർ എഴുന്നേറ്റ് നിൽക്കും. അവരാ പ്രവർത്തനം, കർത്തവ്യം ഏറ്റെടുക്കും. ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരിരട്ടി പ്രതിഫലമാണ് കൊടുക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ചോദിക്കും, അസർ മുതൽ മഗ്രിബ് വരെ എനിക്ക് വേണ്ടി അമൽ ചെയ്യാൻ ആരുണ്ട്? അവർക്ക് ഞാൻ 2 ഇരട്ടി പ്രതിഫലം നൽകാം. അപ്പോൾ മുസ്ലിമീങ്ങൾ എഴുന്നേറ്റ് നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ടൈം പീരീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, കാലഘട്ടത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്കുള്ള കാലഘട്ടം വളരെ കുറച്ചേ ഉള്ളൂ. ജൂതന്മാർക്കും നസാറാക്കൾക്കും നിശ്ചയിക്കപ്പെട്ട അത്രയും ടൈം പീരീഡ് ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കാലഘട്ടം വളരെ കുറച്ചാണെങ്കിലും, നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം വളരെ ചെറുതാണെങ്കിലും, നമ്മൾക്ക് ഈ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ച് തന്നിട്ടുള്ള അമലുകൾ, അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ദർജയിലേക്ക് എത്താൻ പറ്റും. അത്രയധികം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഒരുപാട് അമലുകൾ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന് വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താ? നഹ്നുൽ ആഖിറൂന അൽ അവ്വലൂന യൗമൽ ഖിയാമ. നമ്മൾ കാലാവധി വെച്ച് നോക്കുമ്പോൾ, ടൈം പീരീഡ് വെച്ച് നോക്കുമ്പോൾ, ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവസാന കാലക്കാർ. മൂസാ നബിയുടെ കാലഘട്ടം കഴിഞ്ഞ്, ഈസാ നബിയുടെ കാലഘട്ടം കഴിഞ്ഞ്, എല്ലാ കാലഘട്ടവും കഴിഞ്ഞ് അവസാനത്തെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ടൈം പീരീഡ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവസാന കാലക്കാർ. പക്ഷേ അൽ അവ്വലൂന യൗമൽ ഖിയാമ, ആദ്യം ഖിയാമത്ത് നാളിൽ ഒന്നാമതാവുക നമ്മളാണ്. ഏറ്റവും ആദ്യം സ്വർഗത്തിൽ കാല് വയ്ക്കുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തുകളിൽ, സമൂഹങ്ങളിൽ, സൊസൈറ്റികളിൽ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊസൈറ്റിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല
പ്രത്യേകം തിരഞ്ഞെടുത്ത് ഒരുപാട് റഹ്മത്ത് ഈ ഉമ്മത്തിന് പ്രത്യേകം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ റഹ്മത്തിൽ പെട്ടതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകം ചില സീസണുകൾ, ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു എന്നുള്ളത് അതിൽപ്പെട്ടൊരു പ്രത്യേകത. നമുക്കതിപ്പോൾ റമദാൻ മാസത്തിൽ ഒരൊറ്റ രാത്രി മാത്രം, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ആ ഒരൊറ്റ രാത്രി മാത്രം 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ആ ഒരു മാസം ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് നമുക്ക് 1000 മാസം ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ കൂടുതൽ പ്രതിഫലം, ദറജകൾ റബ്ബിന്റെ അടുക്കൽ കരസ്ഥമാക്കാൻ സാധിക്കും. ഇതേപോലെ ധാരാളം സീസണുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സീസണുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ, മുഹറം മാസം, ഇങ്ങനെ ഒരുപാട് പ്രത്യേകമാക്കപ്പെട്ട ദിവസങ്ങളും മാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കണം, അഡീഷണൽ ആയിട്ട് അതിന് പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എപ്പോഴും ഏത് സമയത്തും നമുക്ക് വലിയ വലിയ ദറജകൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങൾ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള, വളരെ ചുരുക്കം റയറായിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, വളരെ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ, നേർക്ക് നേരെ നോക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നും, വളരെ സില്ലി ആയിട്ട് തോന്നും. പക്ഷേ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും, വലിയ പ്രതിഫലമായിരിക്കും. പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഈ ഒരു കാര്യം ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദീനിൽ ഇത്രയും പ്രതിഫലങ്ങൾ ഓരോ അമലുകൾക്കും നിശ്ചയിച്ചത് നമ്മൾ മറ്റുള്ള ഉമ്മത്തുകളെക്കാൾ മുമ്പിലെത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഇപ്പൊ നൂഹ് അലൈഹിസ്സലാം, നിങ്ങൾക്കൊക്കെ അറിയാം, നൂഹ് അലൈഹിസ്സലാം തന്റെ സമൂഹത്തിന് തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്തത് മാത്രം 950 വർഷം. അദ്ദേഹം ജീവിച്ച കാലഘട്ടം അദ്ദേഹത്തിന്റെ ആയുസ്സല്ല, അദ്ദേഹം തന്റെ സമൂഹത്തിന് ദഅവത്ത് ചെയ്തതിന്റെ കാലഘട്ടം മാത്രം, ടൈം പീരീഡ് മാത്രം 950 വർഷം. ഇന്നത്തെ കാലഘട്ടത്ത് ഒരാൾക്ക് എങ്ങനെയാണ് 950 വർഷം ജീവിക്കാൻ കഴിയാം? അല്ലെ? അന്നത്തെ കാലത്ത് ആ 950 വർഷം ജീവിച്ച ഒരാൾ ആ 950 വർഷവും ഇബാദത്തുകൾ ചെയ്താൽ അയാൾക്ക് എത്താൻ പറ്റാത്തത്രയും വലിയ ദറജയിലേക്ക് 90 വർഷം പോലും ജീവിക്കാത്ത ഈ ഉമ്മത്തിലുള്ള ആളുകൾക്ക് എത്താൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കുറേ അമലുകൾ, ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള അമലുകൾ നമുക്ക് ഡെയിലി പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ സില്ലിയായി നിസ്സാരമാക്കി കളയുന്ന കുറേ പ്രവർത്തനങ്ങൾ, ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ മാത്രം വേഗത്തിൽ സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ദീനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറേ ചെയ്യുന്നത് കൊണ്ടോ കുറേ എഫേർട്ട് എടുക്കുന്നത് കൊണ്ടല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമുക്ക് ഈ ദീനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക നമ്മളുടെ എഫേർട്ടിന്റെ വലിപ്പത്തിനനുസരിച്ചല്ല. നമ്മൾ കുറേ പ്രയാസപ്പെടുന്നു, കുറേ ടയേർഡാകുന്നു എന്നതിൻ്റെ ബേസിലല്ല. നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് 2 ബേസിലാണ്, 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഈ 2 കാര്യങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആകുന്നോ അത്രത്തോളം നമുക്ക് ഓരോ അമലിലും പ്രതിഫലം വർദ്ധിക്കും. ഒന്നാമത്തത് ഇഖ്ലാസാണ്. റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുക. ആളുകൾ നമ്മളെ നോക്കണമെന്നോ അവർ നമ്മളെ പുകഴ്ത്തി പറയണമെന്നോ അവർക്കിടയിൽ പ്രശസ്തി കിട്ടണമെന്നോ അവർക്കിടയിൽ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നോ മറ്റെന്തെങ്കിലും ദുനിയാവിന്റെ ലാഭങ്ങളോ ഒന്നും ആഗ്രഹിക്കാതെ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, അള്ളാഹുവിനെ തൃപ്തിപ്പെടണം. ഈ ചിന്തയിൽ എത്രത്തോളം മറ്റ് കലർപ്പുകൾ കലരാതിരിക്കുന്നുവോ അത്രത്തോളം ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം വർദ്ധിക്കും. ചിലപ്പോൾ നിസ്സാരമായ പ്രവർത്തനമായിരിക്കും, സിമ്പിളായ പ്രവർത്തനമായിരിക്കും. ഹദീസിൽ കാണാൻ വിശ്വാസം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ അവർ വഴിയിലൂടെ നടന്നു പോവാണ്, യാത്രക്കാരനാണ്, മുസാഫിറാണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ യാത്രയുടെ വഴിയിൽ റോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മരത്തിന്റെ ചില്ല റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ചില്ലയിലാണെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള കൊമ്പുകളൊക്കെ ഉണ്ട്. ഇപ്പൊ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണം. ഇയാൾ മനസ്സിൽ വിചാരിച്ചു, ഇത് എന്നെ പോലെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ വഴിയിലൂടെ ഉണ്ടാവും, അവർക്കൊക്കെയും ഇത് പ്രയാസമായി തീരുന്നുണ്ടാവും. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യണം? റബ്ബിന് വേണ്ടി, മറ്റാരും നോക്കുന്നില്ല, മറ്റാരും കാണിക്കാനില്ല, അവിടെ ആരും ഉണ്ടായിരുന്നില്ല,
റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ മരം മുറിച്ചു കളഞ്ഞതിന്, ആ കൊമ്പ് വെട്ടിക്കളഞ്ഞതിന് അള്ളാഹു ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതാണ്. വിശ്വാസം പഠിപ്പിച്ചാണ് ഒരു ചില്ല മുറിച്ചു കളയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു വ്യഭിചാരിണിയായ സ്ത്രീ, ചിന്തിച്ചു നോക്കണം, വ്യഭിചാരിണിയായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ, അവൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു നായ വിശന്ന് അതിന് ദാഹിച്ചിട്ട് ഈ ചെറിയ നനവുള്ള മണ്ണ് എന്ത് ചെയ്യണം, ആ നായ നക്കുകയാണ്. വെള്ളം കിട്ടുന്നില്ല. വെള്ളം കിട്ടാൻ അവിടെ പ്രത്യേകിച്ച് ജലാശയങ്ങളൊന്നുമില്ല, ആകെ ഉള്ളത് ഒരു കിണറാണ്. കിണറാണെങ്കിൽ ഭയങ്കര ആഴമാണ്. അവിടേക്ക് ഇറങ്ങിയാൽ ഒരു നായക്ക് തിരിച്ചു കയറാൻ കിട്ടൂല. പേടിച്ചിട്ട് നായ ഇറങ്ങുന്നില്ല. നായ എന്ത് ചെയ്യണം, ഈ കിണറിന് ചുറ്റും ചെറിയ നനവ് തട്ടിയിട്ട് മണ്ണ് നനഞ്ഞു കിടക്കുന്നുണ്ട്. ഈ നനഞ്ഞ മണ്ണ് നായ തക്കി തിന്നാണ്. ദാഹം സഹിക്കവയാണ്. ഈ കാഴ്ച കണ്ടിട്ട് ഈ വ്യഭിചാരിണിയായ സ്ത്രീക്ക് അരിവ് തോന്നിയിട്ട് അവൾ എന്ത് ചെയ്യണം, ഈ കിണറിലേക്ക് ഇറങ്ങാം. കിണറിൽ ഓരോ ഉള്ളിൽ പടവുകളുണ്ട്, സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളിൽ ശ്രദ്ധിച്ചിറങ്ങി അവൾക്ക് വേണ്ട വെള്ളം കുടിക്കുകയും അവളുടെ ഒരു ചെരുപ്പിൽ വെള്ളം നിറച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് കയറി ഈ നായക്ക് വെള്ളം കൊടുക്കുകയും ഈ ഒരു നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് അള്ളാഹു അവളുടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുക, അവളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇഖ്ലാസോടുകൂടെ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനം, അത് എത്ര നിസ്സാരമായി ആളുകൾ കണക്കാക്കിയാലും റബ്ബിന്റെ അടുക്കൽ അതിന് വലിയ വാല്യൂ ഉണ്ട്. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി പറയാറുണ്ട്, റുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്ര ചെറിയ പ്രവർത്തനങ്ങളെയാണ് നീയത്ത് വലുതാക്കിയത്. ചെറിയ നിസ്സാരമായി ആളുകൾ വളരെ സില്ലിയായി കണക്കാക്കുന്ന പ്രവർത്തനങ്ങളെ നീയത്ത്, അവന്റെ ഇഖ്ലാസ് കൃത്യമായതുകൊണ്ട്, പെർഫെക്റ്റ് ആയതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ അത് വലിയ പ്രവർത്തനമായിട്ടുണ്ട്. വലിയ ദറജകൾ ആ അമലുകൾ കൊണ്ട് അവന് കരസ്ഥമാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ തിരിച്ചും വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്ര വലിയ പ്രവർത്തനങ്ങളെയാണ് നീയത്ത് ചെറുതാക്കിയത്. അവൻ വലിയ പ്രവർത്തനം ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സമ്പത്ത് ദാനം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദീനിന് വേണ്ടി ഓടി നടന്നിട്ടുണ്ടാവും, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവന്റെ നീയത്ത് ശരിയല്ല. ആളുകൾ അവനെ പറ്റി അങ്ങനെ പറയണം, ആളുകൾക്കിടയിൽ പ്രശസ്തി കിട്ടണം, എല്ലാവരും എന്നെ അറിയണം, എല്ലാവരും എന്നെ പുകഴ്ത്തി പറയണം, ഇങ്ങനെ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ കടന്നു വന്നാൽ ആ അമല് റബ്ബിന്റെ അടുക്കൽ ഒരു വാല്യൂ ഉണ്ടാവും, ഒരു പ്രാധാന്യം റബ്ബിന്റെ അടുക്കൽ ആ പ്രവർത്തനം കൊണ്ട് കിട്ടുകയില്ല. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനം എന്നുള്ളത്, നമ്മുടെ പ്രവർത്തനം എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളോടും സ്വഹാബത്തിന്റെ ജീവിതത്തോടും കണക്റ്റഡ് ആകുന്നുണ്ട്, അതിനോട് മാച്ച് ആകുന്നുണ്ട്, യോജിച്ചു വരുന്നുണ്ട്, അത്രത്തോളം പ്രതിഫലമേ നമുക്ക് റബ്ബിന്റെ അടുക്കൽ കിട്ടുള്ളൂ. ഒരാളിപ്പോൾ ഉദാഹരണം നിസ്കരിക്കാം, അവൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലത്തെ നിസ്കാരമല്ല. അവൻ നാട്ടുകാരെങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടു, അതുപോലെ നിസ്കരിച്ചു. അതിൽ ശരിയും തെറ്റെന്ന് അവൻ അറിയില്ല. ഇങ്ങനെ ഒരാൾക്ക് അവന്റെ നിസ്കാരം കൊണ്ട് കിട്ടുന്ന പ്രതിഫലം വളരെ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. എന്നാൽ അതേ നിസ്കാരം കൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രതിഫലം കരസ്ഥമാക്കുന്ന ആളുകളും ഈ ഉമ്മത്തിലുണ്ട്. ഒരേ പ്രവർത്തനം സെയിമാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ രണ്ടും ഒരേ പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് എത്രത്തോളം യോജിക്കുന്നു, മാച്ച് ആകുന്നു, അത്രത്തോളം അവൻ ആ പ്രവർത്തനമുള്ള പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം അല്ലേ, ഹദീസിൽ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും മസ്ജിദിലിരിക്കുകയാണ്. മസ്ജിദിലിരിക്കുമ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട്. പള്ളിയിൽ കടന്നു വന്ന അയാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, തഹിയ്യത്ത് നിസ്കാരം. ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരും, മജ്ലിസിലേക്ക് വരിക. സലാം പറഞ്ഞു, നബി സല്ലല്ലാഹു സലാം അടക്കി. എന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്തിട്ടില്ല, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി വീണ്ടും നിസ്കരിക്കി, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അയാളുടെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ശരിക്കും ഡീറ്റെയിൽ ആയി ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിസ്കരിച്ചു വന്ന ആളോട് പറയാണ്, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ പറഞ്ഞയക്കണം. അയാൾ വീണ്ടും പോയി, വീണ്ടും നിസ്കരിച്ചു, വീണ്ടും മടങ്ങി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി വീണ്ടും നിസ്കരിക്കി, നീ നിസ്കരിച്ചിട്ടില്ല. വീണ്ടും മടങ്ങിപ്പോയി. 3ാമത്തെ തവണയും ആവർത്തിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇങ്ങനെയല്ലാതെ എനിക്ക് നിസ്കരിക്കാറില്ല. ഞാൻ എൻ്റെ നാട്ടുകാരൻ നിസ്കരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ നിസ്കരിക്കാൻ അറിയുള്ളൂ എന്നയാൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസ്കാരത്തിന്റെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, ഓരോരോ ഘട്ടങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ അങ്ങനെ നിസ്കരിച്ചാലേ നിസ്കാരമാവുള്ളൂ.
അല്ലെ? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്യണം, ഏതോ ഒരു നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മസ്ജിദ് നിസ്കരിക്കാൻ കയറിയപ്പോൾ ഒരു പ്രായമായ ഒരാൾ, വളരെ പ്രായമായ ഒരാളെ നിസ്കരിക്കുന്നതായിട്ട് കാണാൻ. നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലം എങ്ങനെ നിസ്കരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, 40 വർഷം. 40 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? താങ്കൾ ഇങ്ങനെയാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ റബ്ബിന്റെ അടുക്കൽ താങ്കൾ നിസ്കരിക്കാത്തവനായിട്ടായിരിക്കും കണക്കാക്കപ്പെടുക. റബ്ബിന്റെ അടുക്കൽ താങ്കൾ നിസ്കരിക്കാത്തവനായിട്ടായിരിക്കും കണക്കാക്കപ്പെടുക. അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് യോജിക്കുന്നുണ്ടോ, മാച്ച് ആകുന്നുണ്ടോ, സ്വഹാബത്ത് ഇങ്ങനെയാണോ പ്രാക്ടിക്കലാക്കിയത് എന്ന് പരിശോധിക്കാതെ ചെയ്യുന്ന പണികളൊക്കെ വെറുതെയാണ്. റബ്ബിന്റെ അടുക്കൽ യാതൊരു ഉപകാരം ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ 2 അടിസ്ഥാനങ്ങൾ നമ്മുടെ എല്ലാ അമലുകളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നു അത്രത്തോളം നമുക്ക് ഓരോ പ്രവർത്തനങ്ങളും കിട്ടുന്ന പ്രതിഫലവും വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന, വളരെ ആളുകൾ വളരെ നിസ്സാരമായി കണക്കാക്കുന്നൊരു മേഖലയാണ് അള്ളാഹുവിന് ദിക്ർ ചെയ്യുക. അള്ളാഹുവിന് ദിക്റുകൾ ചെയ്യുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദിക്ർ ചെയ്യാൻ ശരീരത്തിന്റെ ഒരു പ്രയത്നത്തിന്റെ ആവശ്യമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക അവസ്ഥയിൽ ചെയ്യാൻ പറ്റും പറ്റില്ല ഇങ്ങനെ ഒരു കണ്ടീഷൻ ദിക്റുകൾക്കില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ദിക്റുകൾ കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പദവിയിലേക്ക് എത്താൻ സാധിക്കും. ഹദീസിൽ പഠിപ്പിക്കുന്ന സബഖൽ മുഫർരിദൂൻ, മുഫർരിദൂങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും മുൻപിലെത്തിയിട്ടുണ്ട്. മുഫർരിദീങ്ങൾ ഏറ്റവും മുൻപിലെത്തിയിട്ടുണ്ട്. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ആരാണ് മുഫർരിദീങ്ങൾ? അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും അവരാണ് മുഫർരിദീങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ദിക്റുകൾ നമ്മുടെ നാവുകൾക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. നമ്മൾ ആലോചിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റുകൾ അറിയാത്ത ആരുള്ളൂ? നമ്മൾ എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും പഠിച്ചിട്ടുള്ള ദിക്റുകൾ. ആരും ഈ ദിക്റുകൾ പഠിക്കാത്തവരായിട്ടുണ്ടാവില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണെന്ന് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്ന ദിക്ർ അത് മീസാനിനെ നിറയ്ക്കുന്ന ആ ഒരൊറ്റൊരു ദിക്ർ മീസാനിനെ നിറയ്ക്കും. നമ്മൾ ഖിയാമത്ത് നാളിൽ നമ്മുടെ അമലുകൾ മീസാനിൽ തൂക്കി നോക്കപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന അൽഹംദുലില്ലാ എന്നുള്ള വാക്കുകൊണ്ട് മാത്രം നമ്മുടെ മീസാൻ നിറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തരാം. പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഈ 2 വാക്കുകൾ ഇത് ആകാശ ഭൂമികൾക്കിടയിലുള്ളതിനെ മുഴുവൻ നിറയ്ക്കും. അത്രയും വലിയ ഇബാദത്തായി റബ്ബിന്റെ അടുക്കൽ ഈ ചെറിയ വാക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ചെറിയ വാക്ക് റബ്ബിന്റെ അടുക്കൽ അത്രയും വലിയ ഇബാദത്തായി രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു. ഒരിക്കൽ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കാം. സ്വഹാബത്ത് കൂടെയുണ്ട്. അങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉണങ്ങിയ മരത്തിൽ കുറേ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലൊരു വടിയുണ്ട്. ഈ വടി കൊണ്ട് മരത്തിൽ നാനടിക്കണം സ്ട്രോങ് ആയി. അപ്പൊ ഈ മരത്തിലെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറയാണ്, ഈ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 4 കലിമത്തുകൾ ഒരടിമയുടെ തിന്മകളെ ഇല്ലാതാക്കും, ഈ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, അല്ലാഹു ഖുർആൻ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ മിൻ ഇൻദി റബ്ബിക സവാബൻ വ ഖൈറുൻ അമല എന്നീ ആയത്തിൽ അല്ലാഹു ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞത് ഈ 4 ദിക്റുകളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദീനിനെ പറ്റി പഠിക്കാത്തത് കൊണ്ട് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കുറെ കഷ്ടപ്പെട്ടാലേ, കുറെ പണിയെടുത്താലേ കുറെ പ്രതിഫലം കിട്ടുള്ളൂ, കുറെ എഫേർട്ട് എടുത്താലേ, കുറെ ബുദ്ധിമുട്ടിയാലേ റബ്ബിന്റെ അടുക്കൽ ദർജകൾ കിട്ടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല. അത് നമുക്ക് ദീനിനെ പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ദിക്റുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ദർജകളിലേക്ക് എത്താൻ പറ്റും. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ
സമ്പത്തില്ലാത്ത ഫുഖറാക്കളായിട്ടുള്ള മിസ്കീനുമാരായിട്ടുള്ള സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അടുക്കലേക്ക് വരിക, പരാതി കംപ്ലൈന്റ് പറയും. എന്താ പറയുന്നറിയോ? ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ സ്വഹാബിമാരിലെ സമ്പത്തുള്ളവർ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ സമ്പത്തുള്ള സ്വഹാബിമാർ നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ അവർ സ്വതക്ക കൊടുക്കുന്ന പോലെ ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പരാതി പറയണം. അവർക്ക് ഇവരെക്കാൾ ആഖിറത്തിൽ വലിയ ദർജയിലേക്ക് എത്താൻ വേണ്ടി അവർ നബിസാസ് മെഡിക്കൽ പരാതി പറയും. അപ്പൊ നബിസാസ് എന്താ പറഞ്ഞതറിയോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒരു സൊല്യൂഷൻ പഠിപ്പിച്ചുതരാം. ആ സൊല്യൂഷൻ നിങ്ങൾ കൃത്യമായി മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാവരെക്കാളും മുകളിലെത്താൻ പറ്റും. ഒരാൾക്കും നിങ്ങളുടെ പദവിയിലേക്ക് എത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്ന വലിയൊരു കാര്യമൊന്നുമല്ല, സിമ്പിളാണ്. നബിസാസ് പറഞ്ഞ എല്ലാ നിസ്കാരം കഴിഞ്ഞാലും, ഓരോ ഫർദ് നിസ്കാരം കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, 100 തികയ്ക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ദറജയിലേക്ക് ഒരാൾക്കും എത്താൻ കഴിയും. നബിസാസ് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ പ്രാക്ടിക്കലാക്കാൻ നമുക്ക് എന്ത് പ്രയാസമാണുള്ളത്, എന്ത് ഡിഫിക്കൽറ്റിയാണുള്ളത്? ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ അറിവില്ലായ്മയാണ്, അശ്രദ്ധയാണ്, ഗഫ്ലത്താണ്, ജഹലാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തായിക്കൂടാ? അശ്രദ്ധരായിക്കൂടാ. ഇത്തരം കാര്യങ്ങൾ തൊട്ട് അറിവില്ലാത്തവരായി തുടർന്നുകൂടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിക്കുന്ന റഹ്മത്തുകൾ അത്രയും വിശാലമാണ്. അവന്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ ഒരിക്കലും അറിവില്ലാത്തവരായി മാറിക്കൂടാ. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ദീനിന്റെ വിധിവിലക്കുകൾ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കുവാൻ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ദീനിൽ നിശ്ചയിച്ച വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ നമ്മളെ സഹായിക്കുന്ന വളരെ എളുപ്പമുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ സൂചിപ്പിച്ചതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഒരു കായിക മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ദീനിൽ നമ്മൾ ഒരു ഫർളായിട്ടുള്ള ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒരു സുന്നത്തായിട്ടുള്ള പ്രവർത്തനം കൊണ്ടും കിട്ടൂല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ഫർളായിട്ടുള്ള ഇബാദത്ത്, ഉദാഹരണം നിസ്കാരം, 5 നേരത്തെ ഫർള് നിസ്കാരത്തിന്റെ പ്രതിഫലം നമ്മൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടൂല. അല്ലെ? നിങ്ങൾ റമദാനിലെ തറാവീഹ് നിസ്കാരത്തിന് വളരെ ആവേശത്തോടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ടാവും, വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവും. എന്നാൽ ആ കടന്നു വരുന്ന ആളുകളുടെ 4-1 പോലും അതേ ദിവസത്തിന്റെ പിറ്റേന്ന് സുബ്ഹി ജമാഅത്തിനുണ്ടാവില്ല. അറിവില്ലായ്മ, ജഹിലാണ്. ഇവൻ ഈ രാത്രി നിസ്കാരം, ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി നിസ്കാരം വരെ നിസ്കരിച്ചാൽ, നിർത്താതെ കണ്ടിന്യൂസ് ആയി നിസ്കരിച്ചാൽ ഇവന് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ കൂടുതൽ സുബ്ഹി ജമാഅത്തിൽ പങ്കെടുത്താൽ കിട്ടും. അത് ഇവന് അറിയൂല. അതറിഞ്ഞാൽ ഇവൻ സുബ്ഹി ജമാഅത്ത് ഒഴിവാക്കൂല. എത്ര ആളുകളുണ്ട് സുബ്ഹി ജമാഅത്ത് ഒഴിവാക്കുന്ന, ഇശാ ജമാഅത്ത് ഒഴിവാക്കുന്ന എത്ര ആളുകളുണ്ട്? നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ പ്രതിഫലത്തെ പറ്റി കൃത്യമായി ബോധ്യമില്ലാനിട്ടാണ്. നബിസാസൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താ? ഒരാൾക്ക് സുബ്ഹി നിസ്കാരത്തിന്റെയും ഇശാ നിസ്കാരം, ഈ 2 നിസ്കാരങ്ങൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന്റെ പ്രതിഫലത്തിന്റെ വലിപ്പം, എത്ര വലിയ പ്രതിഫലമാണത് എന്നൊരാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ആ പള്ളിയിലേക്ക് വരാത്ത ആളുകൾ, മടിച്ചു നിൽക്കുന്ന ആളുകൾ മുട്ടിലഴഞ്ഞിട്ടാണെങ്കിലും പള്ളിയിലേക്ക് വന്നേനെ എന്ന് നബിസാസൻ പഠിപ്പിച്ചില്ല. മുട്ടിലഴഞ്ഞിട്ട് നടക്കാൻ കഴിയില്ല, രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ക്ഷീണിച്ച് കിടക്കുകയാണ്. പക്ഷെ ഇതിന്റെ പ്രതിഫലത്തിന്റെ വലിപ്പം അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇഴഞ്ഞിട്ടെങ്കിലും പള്ളിയിലേക്ക് വരും. അത്രയും വലിയ പ്രതിഫലം ഈ 2 നിസ്കാരങ്ങൾക്കുണ്ട്. സുബ്ഹി നിസ്കാരത്തിനും ഇശാ നിസ്കാരം. വീട്ടിൽ നിസ്കരിക്കുന്നതിന് ആ പ്രതിഫലം കിട്ടൂല. പള്ളിയിൽ പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനാണ് ആ അത്രയും വലിയ പ്രതിഫലം ഉള്ളത്. അത് പുരുഷന്മാർ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. വീട്ടിൽ നിസ്കരിക്കുന്നതിന് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഹറാമുകൾ ഒഴിവാക്കുക. ഹദീസിൽ കാണാം, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്.
നീ നിന്റെ ജീവിതത്തിൽ ഹറാമുകൾ ഒഴിവാക്കുക. നിനക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ആബിദാവാൻ സാധിക്കും. അല്ലെ, നമ്മൾ പലപ്പോഴും പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മത്സരിക്കുന്ന ആളുകൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്ക് ഏറ്റവും വലിയ ആബിദാണ്, റബ്ബ് എന്നെ ഏറ്റവും അധികം തൃപ്തിപ്പെടുന്ന ഒന്നാമത്തെ സ്ഥാനത്ത് എനിക്ക് എത്താൻ സാധിക്കണം. അതിന് സിമ്പിളായിട്ടുള്ള മാർഗം എന്താണെന്നറിയോ? ഹറാമുകൾ ഒഴിവാക്കുക. നിസ്കരിക്കുന്ന ഇബാദത്തുകൾ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് പോലും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രയാസമുള്ള കാര്യമാണ് ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ ഒഴിവാക്കുന്നോ അത്രത്തോളം നമ്മുടെ ദറജ കൂടിക്കൊണ്ടിരിക്കും. നീ ഹറാമുകൾ സൂക്ഷിക്കുക. ഹറാമുകൾ നിന്റെ ജീവിതത്തിൽ വരാതെ ശ്രദ്ധിച്ചാൽ നിനക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദാവാൻ സാധിക്കും എന്ന് വിശ്വാസം പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ്. നല്ല കാര്യങ്ങൾ നന്മകൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയും. പള്ളി വന്ന് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനൊക്കെ എല്ലാവർക്കും മിക്ക ആളുകൾക്ക് സാധിക്കും, മെജോറിറ്റിക്കും പറ്റും. പക്ഷെ ഹറാമുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവി കിട്ടുന്ന ആളുകൾക്കല്ലാതെ അത് കഴിയൂല. പ്രത്യേകിച്ച് ഒറ്റയ്ക്കാവുമ്പോൾ, ആരും നോക്കാനില്ലാത്തപ്പോ, ആരും പരിശോധിക്കാനോ വാച്ച് ചെയ്യാനോ ഇല്ലാത്തപ്പോ ഹറാമുകൾ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് ഒഴിവാക്കുക എന്നുള്ളത് അത് വളരെ റെയറായിട്ടുള്ള ആളുകൾക്ക് കഴിയും. റബ്ബ് അത്രയും വലിയ ദർജകൾ നിശ്ചയിച്ച ആളുകൾക്ക് അത് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റേത് ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പ്രതിഫലം കിട്ടുക വാജിബുകൾ പൂർത്തീകരിക്കുമ്പോഴാണ്, ഹറാമുകൾ വിട്ടു നിൽക്കുമ്പോഴാണ്. അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം ആയിരിക്കും നമ്മുടെ സ്വർഗത്തിലെ ദർജകൾ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സിമ്പിളായി അധികരിപ്പിക്കാൻ പറ്റുന്ന മറ്റു ചില വിഷയങ്ങൾ കൂടെ ഉണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സ്വഹാബികളെ വസിയത്ത് നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്ന എന്താണ്? സ്വഹാബിമാർ പറയുന്നത്, ഔസാനി ഖലീലി ബി സലാത്തിൻ, എന്റെ ഏറ്റവും വലിയ ഖലീൽ, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന സ്വഹാബി പറയാണ്, ലാ അദഉഹുന്ന ഹത്താ അമൂത്, ഞാൻ മരിക്കുന്നവരേക്ക് അത് ഒഴിവാക്കൂല. അത്രയും പ്രാധാന്യത്തോടെ ഇമ്പോർട്ടന്റ് ആയി നബിസാസം പഠിപ്പിക്കുന്ന 3 വസിയത്തുകളാണ്. എന്താ 3 ഒന്നാമത്തത്, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങരുത്. അല്ല തനാമ ഖബല അൻ തൂതിർ, നീ വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങരുത്. ഒന്നാമത്തെ വസിയത്ത് ഫർളുകൾക്ക് പുറമെയാണ്. രണ്ടാമത്തത് സ്വലാത്തു ദുഹ, ദുഹ നിസ്കാരം 2 റക്അത്തെങ്കിലും നീ നിസ്കരിക്കണം. മൂന്നാമത്തെ വസിയത്ത്, ഒരു ഹിജ്റ മാസം കടന്നു പോകുമ്പോൾ അതിൽ 3 ദിവസമെങ്കിലും നമ്മൾ നോമ്പെടുക്കുന്ന, മിനിമം 3 ദിവസമെങ്കിലും ഉണ്ടായിരിക്കണം നോമ്പെടുക്കുന്നവരാണ്. ഓരോ മാസം, ഇപ്പൊ മുഹറം മാസം കഴിയുന്നതിന് മുമ്പ് ഈ മുഹറം മാസത്തിൽ നമ്മൾ 3 ദിവസം നോമ്പെടുത്തിരിക്കണം. പിന്നെ അതിനുശേഷം വരുന്ന മാസം, ഓരോ മാസത്തിലും 3 ദിവസം ഏറ്റവും മിനിമം നിങ്ങൾ നോമ്പെടുത്തിരിക്കണം എന്നതിന്റെ വിശ്വാസം കൽപ്പിക്കാതെ 3ാമത്തെ വസിയത്ത്. ഈ വസിയത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുറുകെ പിടിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടും അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോടും ഒക്കെ നബിസ്വല്ലല്ലാഹു കൊടുത്ത പ്രധാനപ്പെട്ട വസിയത്തുകളാണ് ഈ 3 വസിയത്തുകൾ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ദീനിൽ വിശ്വാസ കാര്യങ്ങൾ കഴിഞ്ഞാൽ, തൗഹീദും ഈമാനും കഴിഞ്ഞാൽ, വാജിബായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ, പിന്നെ ദീനിൽ ഇസ്ലാമിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്, ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ പെരുമാറ്റത്തിന്, ബിഹേവിയറിനാണ്, നമ്മുടെ സ്വഭാവത്തിന്, ക്യാരക്ടറിനാണ്. നബി പഠിപ്പിച്ചതായി കാണാം, ഒരാൾ അവന്റെ സൽസ്വഭാവം കൊണ്ട് പകൽ മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നിസ്കരിക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ ദറജയിലേക്ക് ഖിയാമത്ത് നാളിലെത്തും. എന്തുകൊണ്ട്? അവന്റെ സൽസ്വഭാവമുണ്ട് എന്ന് ഹദീസിൽ പഠിപ്പിച്ചതായി കാണാം. നല്ല രൂപത്തിൽ പെരുമാറുക, ജനങ്ങളുടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക. ആരായിക്കോട്ടെ, അത് നമ്മുടെ കീഴിലുള്ള തൊഴിലാളികളാണെങ്കിലും, വീട്ടിലുള്ള ബന്ധുക്കളാണെങ്കിലും, നാട്ടിലുള്ള കൂട്ടുകാരാണെങ്കിലും, ആരാണെങ്കിലും, അതൊരു മുസ്ലിം അല്ലെങ്കിൽ പോലും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ, ഇടപഴകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്കും ഒരു ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നും നമ്മൾ വെറുതെ പറയുന്ന കലിമത്തു ത്വയ്യിബത്തു സദഖ, നമ്മൾ വെറുതെ പറയുന്ന നല്ലൊരു സംസാരം ഉണ്ടല്ലോ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ, റാഹത്തല്ലേ, ഖൈരിയത്ത് എന്നൊക്കെ പറയല്ലേ,
ആ പറയുന്ന ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കിപ്പിക്കുന്ന ആ ചെറിയൊരു വാക്ക് അതൊരു സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും. നമ്മളൊരു സമ്പത്ത് ഒരാൾക്ക് സ്വതക്കയായി കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം പോലെ ആ ഒരു നല്ല വാക്ക് നമ്മുടെ മേൽ സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും എന്ന് വിശ്വാസം പഠിപ്പിക്കാൻ പറ്റുന്നത്. നല്ല സംസാരങ്ങൾ സംസാരിക്കുക. അതുപോലെ മുസ്ലിമീങ്ങൾക്കിടയിലാണെങ്കിൽ സലാം പറഞ്ഞ് അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനത്തേക്ക് കയറുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എല്ലാ ചുറ്റുഭാഗത്തും സ്വഹാബത്ത് കൂടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വരവേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ കൽപ്പന എന്താണെന്നറിയോ? വസിയത്ത് എന്താണെന്നറിയോ? അഫ്സു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. അതുപോലെ തുത്ഇമു ത്വആം, നിങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സലാം ഒരു പ്രയാസമില്ലാത്ത സലാമത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ആദ്യമേ മദീനത്തേക്ക് കയറുമ്പോൾ ഒന്നാമത് പറഞ്ഞു കൊടുക്കുന്ന വസിയത്താണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ മറ്റൊരാൾക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിലാക്കാൻ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ചും വീട്ടിനകത്ത് ഒരു ബിസിനസ്സിൽ തമ്മിൽ ഡീല് നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രൂപത്തിൽ പെരുമാറാൻ ഏത് ബിസിനസ്സുകാരനും പറ്റും. അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കച്ചവടക്കാരൻ നല്ല രൂപത്തിൽ പെരുമാറാൻ ഏതൊരാൾക്കും പറ്റും. വീട്ടിനകത്ത് സ്വന്തം ഭാര്യയോടും മക്കളോടും തന്റെ സഹോദരങ്ങളോടും അടുത്ത ബന്ധുക്കളോടും ആരും നോക്കാനില്ലാത്തപ്പോൾ ശ്രദ്ധിക്കാനില്ലാത്തപ്പോൾ നല്ല രൂപത്തിൽ പെരുമാറാൻ ഈമാനുള്ളവനെ സാധിക്കുള്ളൂ. അത് വേറെ ആർക്കും കഴിയില്ല. എത്ര വലിയ ചാരിറ്റി പ്രവർത്തകനാണെങ്കിലും, നാട്ടിൽ എത്ര വലിയ നല്ല ആളായി ചമയുന്ന ആളാണെങ്കിലും, എത്ര വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണെങ്കിലും നല്ല രൂപത്തിൽ വീട്ടുകാരോട് പെരുമാറാൻ ഈമാനുള്ളവനല്ലാതെ സാധിക്കൂല. ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ വീട്ടുകാർ, കുടുംബത്തോട്, ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകളാണ് എന്ന് വിശ്വാസം പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറാം, നല്ല സംസാരം സംസാരിക്കാം, നല്ല പെരുമാറ്റം പെരുമാറാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമൊക്കെ നശിപ്പിച്ചു കളയുന്ന കുറേ വിഷയങ്ങളുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. നമ്മൾ ചെയ്യുന്ന ഈ അമലുകൾ, നമ്മളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാം. വൈകുന്നേരമാകുമ്പോൾ ആ സ്റ്റോറേജ് നമ്മൾ അടിയിൽ എന്ത് ചെയ്യും? ഓട്ടയുണ്ടാക്കണം. ഇതുപോലത്തെ ചില പ്രവർത്തനങ്ങൾ നമ്മളിൽ പല ആളുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഖുതുബ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, ജുമാ നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നത് ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരേക്കും ഈ ഒരാഴ്ചക്കിടയിൽ പറ്റുന്ന തിന്മകളൊക്കെ പൊറുപ്പിക്കപ്പെടാൻ ഈ ഒരൊറ്റ മതി. ഈ അരമണിക്കൂർ പോലും തികയാത്ത ഈ ഇരുത്തം മതി നമ്മുടെ ഈ വരുന്ന ഒരാഴ്ചക്കുള്ള തെറ്റുകൾ മുഴുവൻ പൊറുപ്പിക്കപ്പെടാൻ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ ജുമത്തിൽ സംസാരിച്ചാലോ, തമ്മിൽ സലാം പറഞ്ഞാലോ ഒന്നും വേണ്ട. ഒരാൾ കയറി ഒരു സലാം പറഞ്ഞു, വലൈക്കും സലാം പറഞ്ഞാൽ ആ ഒരാഴ്ചത്തെ പ്രതിഫലം പോയി. നമ്മുടെ ആ ഒരാഴ്ചത്തെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുക എന്നുള്ള ആ വലിയ പ്രതിഫലം നഷ്ടമായി. ഇവിടെ വന്നിട്ട് മൊബൈൽ നോക്കിയിരുന്നാലോ, മറ്റെന്തെങ്കിലും ആളുകൾ പള്ളിയിലേക്ക് ആരൊക്കെ വരുന്നുണ്ട്, ഒതുവെടുക്കുന്നുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട് നോക്കിയാലോ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവ് മാത്രം പഠിച്ചാൽ പോരെ, നെഗറ്റീവ് പഠിക്കണം. ഹൈറിനെ പറ്റി മാത്രം പഠിച്ചാൽ പോരെ, ഷെറിനെ പറ്റി പഠിക്കണം. നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രം പഠിച്ചാൽ പോരാ, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി പഠിക്കണം. ഇതുപോലത്തെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ കുറേ എഫേർട്ടുകൾ വെറുതെ ആകുന്നുണ്ട്, ബാത്തിലായി പോകുന്നുണ്ട്. അങ്ങനെ ബാത്തിലായി പോകാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. വളരെയധികം നമ്മൾ ദീനിന്റെ വിഷയത്തിൽ കൃത്യമായ അറിവുള്ളവരാകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അറിയില്ലെങ്കിൽ ചോദിക്കണം. ഒരിക്കലും നിങ്ങൾ ഒരു ഒന്നിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകരുത്. ഇങ്ങനെ ആയിരിക്കാം, ബൈ ചാൻസ് ഇങ്ങനെ ആയാലോ, സപ്പോസ് ഇങ്ങനെ ആണെങ്കിലോ, അങ്ങനെ പോകരുത്. ഉറപ്പ് യഖീനുമാണ്. ഇത് ഇങ്ങനെയാണ് ദീനിൽ, ഇതിന്റെ വിധി ഇങ്ങനെയാണ്, ഇതിങ്ങനെ ആകാൻ പാടുള്ളൂ എന്ന ഉറപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസ് കൊണ്ടോ, അതുപോലെ നിങ്ങളുടെ മതത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടോ, ഐഡന്റിറ്റി കൊണ്ടോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും റബ്ബിന്റെ അടുക്ക് രക്ഷപ്പെടൂല. രക്ഷപ്പെടണമെങ്കിൽ നമ്മളിൽ മാറ്റം വരുത്തണം, ചേഞ്ച് നമ്മളിൽ വരുത്തണം. നമ്മളിൽ വരുത്തേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ഓരോ കാര്യങ്ങളായി പഠിക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധങ്ങൾ, അപാകതകൾ അതൊക്കെ പഠിച്ചുകൊണ്ടും അത് ചോദിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ
ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ, അപകടങ്ങൾ, അപാകതകൾ, ന്യൂനതകൾ അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന, വേദനകൾ ഏറ്റുവാങ്ങുന്ന ധാരാളം സഹോദരന്മാരുണ്ട് നമ്മുടെ ഈ നാട്ടിലും മറ്റു പല നാടുകളിലും. അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങളിൽ നിന്ന് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി പഠിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ദീനിനെ പറ്റി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി റബ്ബ് സുബ്ഹാനഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ തന്നെ അവനെ കണ്ടുമുട്ടുവാൻ റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.